അപ്പം കുറച്ച് ദൂരം പോകുന്നതുകൊണ്ട് ബൈക്കിൽ പോകേണ്ടി വരും, സ്കൂട്ടറിൽ പോകേണ്ടി വരും. അവർ സ്കൂട്ടറിൽ പോകണം, അയാൾ ടാക്സിയിൽ കണ്ടില്ല. അതായത് അവരും പിടിച്ച് പോകുന്നത് കുറച്ച് ടാസ്ക്കാണ്. Good morning. It's day 2 at Sisu. ഇന്നലെ നൈറ്റ് സ്മോക്ക് കണ്ടായിട്ട് നമ്മൾ സിസുവിൽ വന്നിട്ടാണ് സ്റ്റേ ചെയ്തത്. What was beautiful about yesterday's night was yesterday's night sky. Oh my god. ഞാൻ ഇത്രയും നമ്പർ ഓഫ് സ്റ്റാർസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. It was beautiful, beautiful, beautiful. And ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ ഡോർ തുറന്നപ്പോൾ I saw yet another beautiful scene. I'll show you. This looks exactly like the mountains from Mejwani Haidewani. ഇനി ഞാൻ കടുങ്കായ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. തണുപ്പത്ത് നിൽക്കാൻ പറ്റുമോ അറിയില്ല. -10 degree. -10 degree. तुम क्या मिले, तुम क्या मिले. ഞാൻ മൂക്ക് വെച്ചിട്ടാണ് ഗൈസ് വീഡിയോ ഓൺ ആക്കുന്നത്. ഇനി നമ്മൾ നിന്ന് ചത്തുപോവോ ഒന്ന് മനസ്സിലായോ? ദിസ് ഈസ് പ്യുവർ വാട്ടർ. വെള്ളം പോലും വെറുതെ കിടക്കുന്ന ഐസാവുന്ന ടെമ്പറേച്ചറിലാണ് ഞാനവിടെ സാരി ഉടുത്ത് ഡാൻസ് കളിച്ചത്. ഐ എം പ്രൗഡ് ഓഫ് മീ. ആഫ്റ്റർ ദാറ്റ് -10 degree Celsius shoot, we are back. ലൈറ്റൊക്കെ വന്ന് നല്ല രസമായിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. മലായി നമ്മുടെ നാട്ടിലെ പേട. എനിക്കൊരു കാര്യം മനസ്സിലായി, പറാത്താനെ പ്രാന്താന്ന വിളിക്കുന്നത് ഇവിടെ. എനിക്ക് മണാലി, അതായത് ഹിമാചൽ പ്രദേശ് വന്നിട്ടൊരു മൊണാസ്ട്രി വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൊണാസ്ട്രി തപ്പി സിസുവിലൊരു മൊണാസ്ട്രി വന്ന് എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ മൊണാസ്ട്രി. അതായത് രാജ് ഖേപ്പൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ആള് ഇവിടുത്തെ ആൾക്കാരെ ഡെമൻസിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു. സോ അതിൻ്റെ പേരിൽ പണിത സ്തൂപ ആണ് obviously രാജ് ഖേപ്പൻ സ്തൂപ. ദിസ് ഇസ് അറ്റ് സിസു. ലോർഡ് രാജ് ഖേപ്പന് വേണ്ടി ഇവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് സം പ്രയർ സ്റ്റോൺസ് ആസ് വെൽ. ഇവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ 3 വർഷം കൂടുമ്പം രാജാ ഖേപ്പൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ വിസിറ്റ് ചെയ്യും എന്നാണ്. മേ ബി ജസ്റ്റ് ലൈക്ക് ഹൗ വി ബിലീവ് മഹാബലി വിസിറ്റ്സ് അസ്. ഇവിടെ 3 വർഷം കൂടുമ്പോഴാട്ടോ, നമുക്ക് എല്ലാ വർഷമാണെങ്കിൽ ഇവിടെ 3 വർഷം കൂടുമ്പോൾ രാജാ ഖേപ്പൻ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ വിസിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, we made something. Making a snowman was one of my bucket list, and അതിലും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് എന്താ വെച്ചാൽ പീപ്പിൾ വെയർ ടേക്കിംഗ് പിക്ചേഴ്സ് ഓഫ് ദി സ്നോമാൻ I made. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് പോയപ്പോൾ കുറച്ച് സങ്കടമായി. അവിടുന്ന് തിരിച്ചു വന്ന് നല്ല ടയർഡായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ വി വോക്ക് അപ്പ് അറ്റ് ഓൾഡ് മണാലി. നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ആൻഡ് ദ വ്യൂ വാസ്
ബ്യൂട്ടിഫുൾ ആൻഡ് ഡിഫറെൻറ്റ്. മറ്റടുത്ത് സ്നോ മൗണ്ടൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ കുറച്ച് സ്നോ കുറവായിരുന്നു. മേ ബി ഇറ്റ്സ് ദ സീസൺ, ബട്ട് യെറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് ദർ വാസ് എ ബ്യൂട്ടിഫുൾ ആപ്പിൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് us. സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിൾസ് ഉണ്ടായിരുന്നില്ല, ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആപ്പിൾ ട്രീ ഒക്കെ കാണുന്നത്. മോമോസ് പറയുന്നുണ്ടല്ലേ? ആ ഒരു വൈബുണ്ട്, ഒരു ജബ് തക് ഹേ ജാൻ വൈബുള്ളൊരു പാലമാണ്. ഇതാണ് NH കണക്റ്റിംഗ് ബന്ദർ കുല്ലു ടു മണാലി. ഇതാണ് എല്ലാവരും മണാലി വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന. ഇതാണ് ജബ് തക് ഹേ ജാൻ ബ്രിഡ്ജ്. ജബ് തക് ഹേ ജാൻ ബ്രിഡ്ജ് അല്ല, മണാലിയിൽ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന ബ്രിഡ്ജാണ് ഇത്. ബ്രിഡ്ജിന്റെ പേരെന്താ? ഈ പറയുന്ന ഫ്ലാഗ് ഇട്ടിരിക്കുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കും. ഇതാണ് മണാലിയുടെ വഴികിട ഒഴുകുന്ന നദി. ദിസ് ഇസ് നഗർ കാസൽ. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഷൂട്ട് ചെയ്ത കുറേ മൂവീസിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെർ ജബ് യു മെറ്റ് വാസ് ഷൂട്ട്. മറ്റേ പാട്ടില്ലേ യേ ഇഷ്ക് ഹായ്, അതിവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ വ്യൂ ആസ് വെൽ. ഇത് ആക്ച്വലി ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. This is Hardimba temple. I was pretty excited coming here. ഇവിടെയാണ് ജബ് തക് യേ ജവാനി ഹേ ദീവാനി ഷൂട്ട് ചെയ്ത സ്ഥലം. ദീപിക രൺബീറും വന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണിത്. ഐ എം നോട്ട് സ്റ്റിൽ ഷുവർ, പക്ഷേ ഈ വഴി കണ്ടപ്പം ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് യേ ജവാനി ഹേ ദീവാനിയിൽ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫൈറ്റ് നടന്നവരെ തള്ളിക്കൊണ്ടു പോകുന്ന സീനില്ലേ, അതിവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ടിൽ നൗ. ഗുഡ് മോർണിംഗ് ടു ഡേ 3. We are at Chokni waterfalls right now. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. It's actually 12 in the morning, nearly 12 PM. പക്ഷെ മൊത്തം മൂടി കിടക്കുകയാണ്. ഇറ്റ് ഫീൽസ് ലൈക്ക് സം 7 AM or something. മഴ ഉണ്ടെന്നാണ് തോന്നുന്നത്. മഴ പെയ്യാൻ നോക്കാം. ഐ എം നോട്ട് എ ട്രെക്കിംഗ് എക്സ്പേർട്ട്, പക്ഷേ ഞാൻ കയറിയിട്ടുള്ള ട്രെക്സിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിരുന്നു എനിക്കിത്. പക്ഷേ അവസാനം കയറിയ ടോപ്പിലെത്തുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ. നല്ല രീതിയിൽ നനഞ്ഞ് വന്നപ്പോഴാണ് ഒരു വേറൊരു കാര്യം കൂടെ മനസ്സിലായത്. നമ്മുടെ 96 വിജയ് സേതുപതി ഇരിക്കുന്ന വാട്ടർഫോളാണത്. ഇതിപ്പോൾ ആദ്യം വിചാരിച്ചിരുന്ന വാട്ടർഫാളിൻ്റെ വെള്ളമാണ് തലയിൽ വീണുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി റെയിനിങ് ഓൾസോ. ഇറ്റ്സ് റെയിനിങ്. ഇനി മഴയത്ത് താഴെ ഇറങ്ങണം. താഴേക്ക് ഇറങ്ങുന്നത് വാസ് മച്ച് മോർ ഈസിയർ ദാൻ മുകളിലോട്ട് കയറിയപ്പോൾ ഒരവസ്ഥ. അങ്ങനൊരു ചായയും മഗ്ഗിയും കുഴിച്ചു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് സ്പോട്ട് ഓഫ് മണാലി. And that's a beautiful end to my first snow.
ഡൽഹിയിലെത്തി ഞങ്ങളെല്ലാവരും അങ്ങനെ വെൻ ബാക്ക് ടു ബാംഗ്ലൂർ ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്.